ആമയില് സ്കൂൾ പഠിത്തം കഴിഞ്ഞ് പിന്നെ പട്ടാമ്പി ഹൈസ്കൂൾ കഴിഞ്ഞ് ആ സമയത്താണ് ഇവിടെ വള്ളൂർ അമ്പലത്തിൽ ചുറ്റുവിളക്ക് ആരംഭിക്കുന്നത്. കുട്ടിക്കാലം മുതൽ ചെണ്ട തൊട്ട് വലിയൊരു ക്രേസായിരുന്നു. കൊട്ടണം എന്നൊരാഗ്രഹം. അത് ഞാൻ ചിലപ്പോൾ പാത്രത്തുമ്മ കൊട്ടും, അല്ലെങ്കിൽ കൈ കൊണ്ട് തെങ്ങത്ത് കൊട്ടും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അരങ്ങേറ്റം കഴിക്കണമെങ്കിൽ, കൊട്ട് പഠിക്കണമെങ്കിൽ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായാലേ ഉണ്ടാവുള്ളൂ എന്ന് അച്ഛനും നിർബന്ധമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു. ആ സമയത്ത് കുറേശ്ശൊക്കെ ഞാൻ പഠിച്ചിരുന്നു. പിന്നെ അച്ഛൻ കുറച്ച് ദിവസം തായമ്പക പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ തായമ്പക പഠിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് കുറച്ചൊക്കെ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ അറിയാം. കാരണം ഇവിടെ ചെറിയച്ഛന് വാദ്യവും വാദ്യക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഈ ചെണ്ടയുടെ ശബ്ദം അങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ വെറുതെ ആവശ്യമില്ലാതെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പോയിട്ട് കൊട്ടും ഒക്കെ ചെയ്യും. അങ്ങനെ അച്ഛൻ ജ്യോത്സ്യനാണ്. അച്ഛന് ജ്യോതിഷം ആണ് പ്രധാനം. പക്ഷേ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ കൈലിയായിട്ടുള്ള ഒരു കളരിയിൽ നിന്ന് തായമ്പകയും സംഗീതവും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചു, ഞാനും എൻ്റെ പെങ്ങളും കൂടിയിട്ട്. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ എനിക്ക് സംഗീതത്തിന് താല്പര്യമൊന്നുമില്ല. പക്ഷേ ഓപ്പുള്ള കൂടെ അങ്ങനെ പോവുക, താളം പിടിക്കുക, എന്നാലും എൻ്റെ പ്രാഥമിക വശങ്ങളൊക്കെ പഠിച്ചു. അത് ഒരു പക്ഷേ ഈ വാദ്യം പഠിക്കാൻ ഒരു പ്രേരണ ആയിരിക്കാം, താളബോധം. പിന്നെ അതേപോലെ ഒരു ഗുരുനാഥൻ്റെ കീഴിലൂടെ ഞങ്ങളെ പഴയ വീട്ടിൽ വെച്ച് പഞ്ചവാദ്യത്തിലെ തിമല പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അവരും വലിയൊരു പഠിക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പോയിരിക്കും. ഞാൻ അങ്ങനെ പോയിരിക്കുക എന്നല്ല, കൊട്ടാരൊന്നും ആയിട്ടില്ല. പക്ഷെ ആ സമയത്ത് ആ ഗുരുനാഥനും എന്നോട് പറഞ്ഞു, അന്ന് തന്നെ എല്ലാവരും ഉണ്ണിക്കുട്ടൻ വിളിക്കുക, ഉണ്ണിക്കുട്ടൻ നല്ല താളബോധമുണ്ട് എന്ന് പറയും. അപ്പോൾ അതിക്കൊരാവേശമായി. അങ്ങനെ 10ാം ക്ലാസ്സിൽ ഏതാണ്ട് തായമ്പകയുടെ രൂപമൊക്കെ ആയിട്ടുള്ളൂ. ശരിക്കും അങ്ങനത്തെ പെർഫെക്ഷൻ ഒന്നും പറയാൻ വയ്യ. പക്ഷേ എങ്കിലും ഞാൻ അന്ന് അമ്പലത്തിൽ ഭഗവതിയുടെ മുന്നിൽ ഒരു തായമ്പക അരങ്ങേറ്റം എന്നുള്ള രീതിയിൽ, ഫോർമലായിട്ടൊന്നും ഉണ്ടായില്ല, ഔപചാരികമായിട്ടൊന്നും ഉണ്ടായില്ല. വള്ളൂർ ഭഗവതി ക്ഷേത്രത്തിൽ എൻ്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ തായമ്പക അരങ്ങേറ്റം നടത്തി. ഒന്ന് ചെറിയച്ഛൻ കുട്ടിയച്ഛൻ പട്ടാളത്തിലാണ്. ഞാൻ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന കാലമാണ്. അപ്പോഴാണ് കുംഭഭരണിക്ക്, ഇന്നിപ്പോൾ 1975 നടന്ന അരങ്ങേറ്റത്തിൻ്റെ 50ാം വാർഷികമാണെന്ന്, കുംഭമാസത്തിലെ ഭരണി നക്ഷത്രം. അപ്പോൾ അതൊന്ന് ആഘോഷമാക്കാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ ഗുരുനാഥന്മാരിൽ ഒരൊറ്റ ആളേ ഉള്ളൂ, അത് കുട്ടിയച്ഛന്. ബാക്കിയുള്ളവരൊക്കെ പോയി. ചെറിയച്ഛൻ പോയി, അച്ഛൻ പോയി, അന്നത്തെ കൂടെ ഉണ്ടായിരുന്ന വാദ്യക്കാരൊക്കെയും പോയി. അമ്മ ഇങ്ങനെ ആലോചിക്കാണ്. അമ്മ എന്താ ആലോചിക്കണേ? നീണ്ട ആലോചന. കീർത്തിയാണ്. ഞാനേ ഉച്ചയ്ക്ക് കുട്ടിച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴേ അതല്ല, കാളകൾ വന്നിട്ട് ആ ഷാരത്തെ പടികിട്ട് നിറഞ്ഞിരിക്കുന്നു. വണ്ടി ഇറക്ക, അപ്പുറത്ത് ശ്യാമിന്റെ വണ്ടി, ഇപ്പുറത്ത് കണ്ണന്റെ വണ്ടി. 1 മണിക്കൂറാ വെയിലെത്തുന്നു. അതേ പിന്നെ എന്നെ പറ്റിയിട്ട് പൊക്കി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഏറ്റവും ടോപ്പ് തന്നെയാണ് എല്ലാം കൊണ്ടും. കേട്ടോ, ഈശ്വരനെ സാക്ഷിക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പം 10ാം ക്ലാസ്സിൽ പരീക്ഷാകാലം കഴിഞ്ഞ്, പരീക്ഷ സമയം ആണ്. ആ സമയത്താണ് പിന്നെ ഈ കുംഭമാസത്തിൽ പിന്നെ ഈ 50 വർഷവും ഉത്സവക്കാലത്ത് ഒരു പ്രാവശ്യമെങ്കിലും തായമ്പ കൊട്ടാത്ത വർഷങ്ങളുണ്ടായിട്ടില്ല. പല വർഷങ്ങളിലും പൂരത്തിൻ്റെ അന്ന് ഉച്ചയ്ക്കൊരു തായമ്പ ഉണ്ട് ഇവിടെ. അതിനാണ് എനിക്ക് കിട്ടിയ സമയം. അല്ലെങ്കിൽ തലേ ദിവസം വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അന്ന് ഇതേമാതിരിയുള്ള അത്ര ആളുകളൊന്നുമില്ല, കുറച്ച് ആളുകളേ ഉള്ളൂ. പഴയ ക്ഷേത്രമാണ്, ഈ മാതിരിയുള്ള ക്ഷേത്രമല്ല. ഒരു അമ്പലക്കുളം. വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ചെണ്ടയൊക്കെ എടുത്ത് ചുറ്റുവിളക്കുണ്ട് 30 ദിവസം. ആ 30 ദിവസം ചുറ്റുവിളക്കിന് പോകും. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞു, +2 കഴിഞ്ഞു. +2 മീൻസ് അന്ന് പ്രീ ഡിഗ്രിയാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഡിഗ്രിക്ക് ചേർന്നപ്പോഴും ഈ ഉത്സവകാലത്ത് പോയിട്ടൊരു തായമ്പ പോട്ടു, അത്രേ ഉള്ളൂ. പിന്നെ ആ തായമ്പകയിൽ ഉന്നത പരിശീലനമൊന്നും ഉണ്ടായില്ല. അച്ഛൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊട്ടും, അത്രേ ഉള്ളൂ. അച്ഛൻ ഇടയ്ക്കൊക്കെ ഓരോന്ന് കാര്യങ്ങൾ പറയും. പിന്നെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോവും. പിന്നെ അപ്പോഴേക്കും ടൈപ്പ് റെക്കോർഡർ വന്നു. ഈ പ്രദേശത്ത് എവിടെയെങ്കിലും തായമ്പക ഉണ്ടെങ്കിൽ അച്ഛൻ ടൈപ്പ് റെക്കോർഡർ പഠിച്ചു. ആ ടൈപ്പ് ചെയ്യും, അത് കേൾക്കും. അന്നും ഇന്നും ഇപ്പോൾ ഈ 65ാമത്തെ വയസ്സിലും നമുക്ക് ഈ ഇതിന് സാധിക്കുന്നുണ്ട്, എന്തിന് തായമ്പക ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പട്ടാമ്പി ഗുരുവായൂരപ്പൻ്റെ അമ്പലം, തുപ്രങ്ങോട് ശിവക്ഷേത്രം, പിന്നെ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം, അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു സമർപ്പണം എന്നുള്ള രീതിയിൽ തായമ്പ കൊട്ടിയിട്ടുണ്ട്. പ്രൊഫഷണലല്ല, അതൊരിക്കലും അല്ല. എവിടുന്നും പണം മേടിക്കുകയോ. അവിടെ അവിടെ ഒരു വിഷ്ണു ക്ഷേത്രം
അങ്ങനെ ഏതോ ചെറിയ 2 3 4 കയ്യിലെണ്ണാവുന്ന അമ്പലങ്ങളിൽ തായമ്പ കൊട്ടിയിട്ടുണ്ടെന്ന് ഒഴികെ പിന്നെ ചെറിയച്ഛന് വാദ്യ ഇതൊക്കെ ഉണ്ടാവുക കാരണം 1-2 തവണ അദ്ദേഹത്തിൻ്റെ കൂടെ മദ്രാസിലൊക്കെ പോയിട്ട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ കൊട്ടൻ ആസ്വദിക്കൽ അല്ല എന്ന് പറയാൻ വയ്യ. കാരണം അത്ര വലിയ പ്രാക്ടീസൊന്നും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞോട് കൂടിയിട്ടേ പിന്നെ ജ്യോതിഷത്തിലേക്ക് തിരിയായി. ജ്യോതിഷത്തിലേക്ക് തിരിഞ്ഞ് ഇപ്പം പിന്നെ അതിനത്ര വലിയ പ്രാധാന്യം കൊടുത്തില്ല. എങ്കിലും അന്നും ഇന്നും ഈ കലാസ്വാദനം എന്ന രീതിയിൽ നമ്മൾ ഈ തായമ്പകയെ എന്താ പറയുക കൊണ്ടു നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ മോള് ജനിച്ചതിൻ്റെ ശേഷം എനിക്ക് പഞ്ചവാദ്യത്തിനോടും ചെറുപ്പത്തിലൊരു കമ്പുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഒരു പ്രഥമ മുതൽ പിറ്റത്തെ ഏകാദശി ദശമി വരെ ദശമി വരെ തിമല പ്രാക്ടീസ് ചെയ്തു. എന്നുവെച്ചാൽ അന്ന് എനിക്കൊരു 26-27 വയസ്സാണ്. അരങ്ങേറ്റം നടത്തി. പിന്നെ ആമയൂര് ശിവക്ഷേത്രത്തിലും ഇവിടെ ഒരു വെട്ടിക്കാട് ക്ഷേത്രത്തിലും പഞ്ചവാദ്യത്തിൻ്റെ കൂടെ അങ്ങനെ പോയി നിന്നു എന്നല്ലാതെ കൊട്ടാണെന്ന് അറിയില്ല, അപ്പോഴും അറിയില്ല, എപ്പോഴും അറിയില്ല. ഇപ്പം എന്താ വെച്ചാൽ പൂരപ്പറമ്പിൽ പഞ്ചവാദ്യം കേട്ടാൽ അതിങ്ങനെ ഇന്ന കാലമാണ് എന്ന് അറിയുന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ തായമ്പകയായിട്ടുള്ള ബന്ധം ഞാൻ വിട്ടിട്ടില്ല. പിന്നെ ഈ കർക്കിടക മാസം സമയത്തൊക്കെ ഇവിടെ കല്ലുണ്ട്, ഇത് പുളിയുടെ മുട്ടിയിലാണ് കൊട്ടുക. അപ്പം അച്ഛൻ ചെറുപ്പത്തിൽ പഠിപ്പിച്ച പാട്ടൊക്കെ കഴിയുന്ന അതിന് പറയുക തക്കിട്ട, തരികിട, എന്നൊക്കെ ഇരികിട, ഇരട്ടി, 4-ാം കാലം, അതൊക്കെ അങ്ങനെ ഞാൻ ദിവസേന സൗകര്യം കിട്ടുമ്പോഴൊക്കെ കൊട്ടും. അത് ചിലപ്പോൾ മുട്ടിയുണ്ടാവും, ചിലപ്പോൾ കോലമുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടക്കാലത്തൊരു ചെണ്ട സ്വന്തമായിട്ട് മേടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് മെയിൻ്റനൻസ് പറ്റില്ല. കാരണം നമ്മൾ പ്രൊഫഷണൽ കൊട്ടുകാരനല്ലാത്തതുകൊണ്ട് ചെണ്ട മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ജ്യോതിഷത്തിൽ തിരക്ക് വരുന്നത് വരെ സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട വാദ്യക്കാരൊക്കെ കൊട്ടുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയി ഇങ്ങനെ ഒരു കാഴ്ചക്കാരനായി നിൽക്കും. അപ്പം അടുത്ത കാലത്തായിട്ട് പട്ടാമ്പി ഗുരുവായൂരപ്പൻ്റെ ഉത്സവകാലത്ത് കേരളന്മാരായ ആളുകളെ തായമ്പക സ്പോൺസർ ചെയ്യിക്കാറുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ വള്ളൂർ ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തിൻ്റെ അന്ന് ഞാൻ കൊട്ടും. തലേത്ത ദിവസം ഇവിടുത്തെ വാദ്യക്കാരെയൊക്കെ വെച്ച് ഒരു തായമ്പക അതും നടത്തും. എന്തുകൊണ്ടോ ഏതോ ഒരു ജന്മാന്തര സുഹൃതം മാതിരി തായമ്പകയുമായി ബന്ധപ്പെട്ട രീതിയിൽ, ഈ ചണ്ടവാദ്യമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ എനിക്ക് മറ്റേതൊന്നും അറിയില്ല. മറ്റ് മേളങ്ങളൊക്കെ ഇപ്പോൾ അറിയും എന്നല്ലാതെ അതൊന്നും സ്വന്തമായിട്ട് നിയന്ത്രിച്ച് കൊട്ടാരൊന്നും എനിക്കറിയില്ല. അന്നും അറിയില്ല, ഇപ്പോഴും അറിയില്ല. പക്ഷെ അറിയാം, കേട്ടാൽ അതിൻ്റെ ആളാണ്, ഇന്ന മേളാണ്, അതിനെ ആസ്വാദനം അത്രേ നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പം ഇതിൻ്റെ മറ്റൊരു വശം എന്താ വെച്ചാൽ നമ്മളൊരു ശാരീരികമായ ഒരു പിന്നെ ഉറപ്പും കൂടിയാണത്. കാരണം തായമ്പ കൊട്ടാൻ സാധിക്കുന്നത് ഒന്ന് മനസ്സ്, രണ്ടാമത് നമുക്കതിൻ്റെ ശാരീരിക ക്ഷമതയും കൂടിയാണ്. അത് ഞാൻ നിലനിർത്താൻ സാധിച്ചത് എന്താ വെച്ചാൽ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അഭ്യാസം. കർക്കിടക മാസത്തിലെ നല്ല മഴയൊക്കെ അടിക്കുന്ന സമയത്ത് വെറുതെ ചിലപ്പോൾ പേപ്പറിലാണ് കൊട്ടുക, ചിലപ്പോൾ വീക്കിലി കൊട്ടും, ചിലപ്പോൾ ഇവിടെ ഒരു ചാണുണ്ട് അതിൻ്റെ മുകളിൽ കൊട്ടും, ചിലപ്പോൾ അമ്മിയുടെ മുകളിലൊക്കെ ഞാൻ കൊട്ടിയിട്ടുണ്ട്. അങ്ങനെ കൊട്ടുക, അങ്ങനെ ശീലിക്കുക. അത് ഇതിപ്പോൾ ഒരു 50-ാം വർഷമായി ഏതാണ്ട്. തീയതിയൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. 50 വർഷം മുമ്പാണെന്ന് അറിയാം. 15 വയസ്സാണെന്നും അറിയാം, 50-ാം കൊല്ലാമെന്നും അറിയാം. അപ്പം അത് കുട്ടികളോടൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നുന്നത്. ഇനി എത്ര കാലമാണെന്നും നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തായമ്പക എന്നുള്ള ഈ സമ്പ്രദായം ജീവിതത്തിൻ്റെ അവസാനം വരെ കൊണ്ടു നടക്കണം. എനിക്കുള്ളൊരു എന്താ പറയുക, ഒരു ഇച്ഛാശക്തി എവിടെയോ ഉണ്ടെന്ന് ഒരു തോന്നലുണ്ട്. പിന്നെ എന്താ വെച്ചാൽ പഠിച്ച കാലത്തൊക്കെ ഒരു ക്രൈസ് മാതിരി പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഇപ്പോൾ അതിനൊന്നും സമയം കിട്ടാറില്ല. പിന്നെ ഇപ്പോൾ ആധുനിക സൗകര്യം യൂട്യൂബിൽ ധാരാളം തായമ്പകൾ കാണും, സംഗീത കച്ചേരികൾ കാണും, പഞ്ചവാദ്യം കാണും. ഇപ്പം ഇന്നും കൂടി പഞ്ചവാദ്യം കണ്ടു, ഇപ്പോൾ ലൈവായിട്ട് കാണാം. അപ്പോൾ അത് ആസ്വദിക്കുന്നല്ലാതെ പിന്നെ ഇപ്പോൾ സമയക്കുറവുണ്ട്, എല്ലാം കൂടി കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും തായമ്പക എൻ്റെ ഒരു വികാരമാണ്. അതൊന്നും ഞാൻ വിടില്ല. കാരണം അന്നും ഇന്നും അതിന് ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ അച്ഛൻ്റെ എന്താ പറയുക പിന്നെ കർമ്മനിരതയോട് അച്ഛനും ഈ തിരക്ക് പിടിച്ച സമയത്ത് അതിനൊക്കെ സമയം കണ്ടെത്തി ഞങ്ങൾ അവിടുത്തെ വീടിൻ്റെ മുൻപിൽ ഒരു ഈസി ചെയർ ഇട്ട്, ആ ചെയർ അവിടെ കിടക്കുന്നുണ്ട്. ഈസി ചെയറിൻ്റെ മുകളിൽ തണ്ടിൻ്റെ മുകളിലൊക്കെയാണ് അച്ഛൻ എനിക്ക് കൊട്ടി കാണിച്ചു തന്നിരുന്നത്. പിന്നെ നല്ല വിമർശകനായിരുന്നു ഞാൻ കൊട്ടിക്കുന്ന കാലത്ത്. ചിലരൊക്കെ തായമ്പ കഴിഞ്ഞാൽ എന്തെങ്കിലുള്ള തായമ്പ് കഴിഞ്ഞാൽ
തായമ്പക കഴിഞ്ഞാൽ എല്ലാവരും നന്നായി എന്നൊക്കെ പറയും. പക്ഷെ അച്ഛൻ്റെ അടുത്ത് കിട്ടുക അവിടെ ഇന്ന ഭാഗം നന്നായില്ല, ഇന്ന ഭാഗം നന്നായില്ല, അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം, ചെണ്ടട്ട ശരിയായില്ല, കച്ചട്ട ശരിയായില്ല, നോക്കിയത് ശരിയായില്ല, എൻ്റെ മുഖഭാവം ശരിയായില്ല, ശബ്ദം ശരിയായില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അച്ഛൻ വിമർശിക്കും. ആ വിമർശനങ്ങൾ ഓരോന്നും നമുക്ക് ഇതിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവാനാണ് ശ്രമിച്ചത്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ പെട്ടിട്ട് അങ്ങനെ ഒരു ആവാനല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഉപാസനയെ, ഈ വാദ്യോപാസനയെ എത്ര കാലം കൊണ്ടു നടക്കാൻ പറ്റും അത്രയും കാലം കൊണ്ടു നടക്കണം. എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഞാൻ ജ്യോത്സ്യനാണ്, മുഴുവൻ സമയ ജ്യോത്സ്യനാണ്. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയം ഇതിന് ഞാൻ ഉപയോഗിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്.